ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഇതായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് 3 വിധത്തിലുണ്ടാക്കും. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചോറ് തീമട്ടിട്ടുണ്ട്. ചോറ് തീമട്ട് അത് അടുപ്പത്ത് തന്നെ അടുത്ത കുടുക്കിയിൽ വെള്ളം നിറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാവ് ഒന്ന് സോഫ്റ്റായി വരും. അതിനാണ് ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ച് വെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നിന്നത്. അപ്പോൾ നമ്മളെ മാവ് ഒക്കെ സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവ് കൊണ്ടും മൈദ മാവ് കൊണ്ടും കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് മീനിൻ്റെ ഗ്രേവി, അതായത് ആവോലി മീൻ റെഡിയാക്കി വെച്ച കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു. ആ ഗ്രേവിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള വൈതളം കണ്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ദാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇമ്മാക്കും റാണിക്കും മൈദ കൊണ്ട് മടക്ക ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കിയതിന് ദാലുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ വീട്ടിൽ അറുത്ത വൈതളം കേട്ടോ, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 4 വൈതളം കണ്ടായിരുന്നു. അപ്പോൾ ആ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്കുള്ള ഉപ്പും ഒക്കെ റെഡിയാക്കി, ഉപ്പും മുളകൊക്കെ പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഇതാ നമ്മളെ ചോറ് തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങി വെച്ചുകൊണ്ട് ഈ കറണ്ട് അടുപ്പ് ഓഫാക്കാതെ തന്നെയാണ് നമ്മൾ അടുത്ത പരിപാടി നോക്കലിട്ടാ. അപ്പോൾ ഈ വെള്ളമാണ് വെച്ച് കൊടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക്കുള്ള വെള്ളമാകും, ചോറിൻ്റെ മേലെ ഒഴിക്കാനുള്ള വെള്ളവും ചായക്കുള്ള വെള്ളവും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് തിളച്ച് വരും. നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ട് വേണമല്ലോ ഇനി അടുത്ത പരിപാടി നോക്കാൻ. അപ്പോൾ അതേപോലെ ആ ചോറും തന്നെ ചൈനാപ്പോട്ടൊക്കൊന്നും ഇറക്കി വെച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് ഇറക്കി വെച്ചത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് സംശയം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ മടക്ക് ചപ്പാത്തിൻ്റെ പൊടിയിട്ട് പരത്തി അങ്ങനെ ഉണ്ടാവും താത്താന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യമാണ്, നമുക്ക് അറിഞ്ഞില്ല വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന ഒരു മോഡലുകളൊക്കെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞവരെ കുറ്റപ്പെടുത്തി പറയല്ല, അവർ നല്ല കാര്യമാണ് പറഞ്ഞത്. അറിയാത്തവർക്കാണ് വെച്ചാൽ ഒരു ഉപകാരമാവും ചെയ്യും. അത് വെച്ചിട്ടാണ് കേട്ടോ അവർ പറഞ്ഞത്. ഇത് മൈദ കുറവും ഗോതമ്പപ്പൊടി കൂടുതലുമാണ്. പക്ഷേ എനിക്ക് ഗോതമ്പപ്പൊടി തിന്നാൻ പാടില്ല, അലർജിയാണ്. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് മൈദ കൊണ്ട് മാത്രമാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കിക്കാണ്ട് ഞാൻ റെഡിയാക്കാലുണ്ട് കേട്ടോ. അത് അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ഇടയിൽ നോക്കിക്കൊണ്ട് ഞാൻ 3 മോഡലിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെനിക്ക് അബദ്ധം പറ്റിയത് വെച്ചാൽ ഞാൻ തലേന്ന് രാത്രി മൈദ കുഴച്ച് വെച്ചതാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുട്ടി രാവിലെ കരിയൊക്കെ ചെയ്താന്ന്. അപ്പോൾ നമുക്ക് നല്ല സീസണിൻ്റെ തിരക്കുള്ള സമയമായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞ് 7 ആകുമ്പോഴത്തേനൊക്കെ ചായയും കടിയൊക്കെ ആയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയാൽ കൊടുക്കും, അതല്ല. പക്ഷേ മറ്റേത് 6:30 മണിക്കൊക്കെ ചായയും കടി ആവണം എന്നുള്ള ആ ഒരു ഇതില്ല. ഇപ്പോൾ നമുക്ക് വലിയ സീസണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡ്രൈവറേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ അവർക്ക് രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്നില്ല, അവർക്ക് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊടുക്കലാണ്. രാത്രിക്കത്തെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള എനിക്ക് രാത്രി ഇപ്പോൾ 2 ദിവസമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് വന്നേക്കാണ്. കാക്ക വാങ്ങിച്ചു കൊടുത്താൽ അവനെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നേക്കാണ്. ഇപ്പോൾ നമ്മളെ കറി ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, ഞാൻ പറയലുണ്ട്, ആസാമിയാണ്. അപ്പോൾ അവനക്ക് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്ക് കുട്ടിയും ഒക്കെ കൂടി ഉള്ള കാരണം എനിക്ക് അങ്ങനെ തിരക്കിൽ അവനക്കും അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ല. പിന്നെ അവൻ്റെ റൂമിൽ തന്നെ എല്ലാം ഉണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി ഇല്ല. അപ്പോൾ ഇന്ന് ഇതേമാതിരി തന്നെ ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ ഇതേമാതിരി ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ അവർ പറ്റൂല. നമ്മൾ പരിപ്പ് കറി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പരിപ്പ് ഉരുളങ്കിഴങ്ങും ഒക്കെ തന്നെയാണ് വെക്കൽ. പക്ഷെ നമ്മളുണ്ടാക്കിയാൽ ആ കറി ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അതപ്പോൾ 2-3 വിധത്തിൽ കണ്ടില്ലേ മടക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ട്, അത് എനിക്കറിയാം. അപ്പോൾ ചില സമയത്ത് ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ അരിപ്പൊടി ഇട്ടുകാണ്ട് അതിൽ നിന്ന് തന്നെ തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യും. ഇത് ഞാൻ എനിക്കുണ്ടാക്കുന്ന മൈദൻ്റെ മടക്ക് ചപ്പാത്തിയാണ്. പിന്നെ ഇത് നമ്മൾ ചുട്ടെടുക്കുക മാത്രമല്ല, പൊരിച്ചു കോരും ചെയ്താലും രസമുണ്ടാവും. പിന്നെ ഞാൻ അതുകൊണ്ട് പൊറാട്ട ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വീസാദത്തിൻ്റെ പൊറാട്ട ഉണ്ടാക്കിയെടുക്കുക, നല്ല നെയ്സാക്കിയിട്ടുണ്ട് നീട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ചുരുട്ടിയിട്ട് അമർത്താതെ എല്ലാം എടുത്താൽ മതി കേട്ടോ. അമർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ തേച്ച് അതിൻ്റെ വേഷം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി പിന്നെ രണ്ടാമത് വേറെ സെക്ഷൻ എങ്ങനെയാ വെച്ചാൽ ഇതേമാതിരി കട്ടില്ലാതെ പരത്തിൻ്റെ ശേഷം അങ്ങനെ ചുരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാട്ടോ പറയണേ, കത്തി കൊണ്ട് വാർന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അറ്റം വാർന്ന് കൊടുക്കണ്ട. ഞാൻ പറ്റും ചേർത്താണ് വാർന്ന് കൊടുത്തത്. അപ്പോൾ അറ്റം വാർത്ത് കൊടുക്കാതെ അടിയിൽ ഏറ്റവും അടിയും കട്ട് ചെയ്യാതെ അങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അത് എല്ലാ ഇതും കൂടി നമ്മൾ കൂട്ടി പിടിച്ചെടുത്താൽ മതി. ഇത് നല്ല
അടുക്കായിട്ട് വരും. അപ്പോൾ പൊറാട്ട ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് നല്ല അമർത്തി പിടിക്കരുത്. അമർത്തി പിടിച്ചാൽ അടുക്കെല്ലാം കൂടി ഒട്ടിപ്പോവും. അപ്പോൾ അമർത്തി പിടിക്കാതെ ഇങ്ങനെ ഒന്ന് ഗ്രൗണ്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്ക് നമ്മൾ വൈതളങ്ങ അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ രാവിലേക്കൊക്കെയുള്ള ഈ വൈതളങ്ങ ഞാൻ തൂപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് റാണിയാണ് ഇവിടെ ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട്. റാണിയാണ് ഇവിടെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒത്തിന് കാക്ക ചായ എടുക്കാനൊക്കെ വന്ന് നോക്കി പോയിട്ടാണ്. നേരം 7 മണി ആയിക്കണ്. മറ്റേ 6:45 ചായ എടുക്കണമല്ല, ആ ഒരു ശീലം ഇതുകൊണ്ടാണ്. പിന്നെ ഞാൻ പൊറാട്ട ഞാൻ 2 കൊണ്ട് പൊറാട്ട റെഡിയാക്കണം. 2 വിധത്തിൽ പൊറാട്ട പരത്തിയല്ല, അതാണ് ഇട്ടത്. ഈ 2 പൊറാട്ട തന്നെ പരത്തിയിട്ടുള്ളൂ. പക്ഷേ കുറച്ചും കൂടി സുഖം നമുക്ക് മടക്ക ചപ്പാത്തി കേട്ടാ പരത്താനും ഇതിനൊക്കെ സുഖം. അപ്പോൾ നമ്മളെ വെള്ളം തളിച്ചിട്ടുണ്ട്. നമുക്ക് ചോറിനും ഇതിനൊക്കെയുള്ള അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ചോറ് കുറച്ചെല്ലാം സമയത്ത് നമുക്ക് കുറച്ച് സമയം കൂടി നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കൊടുക്കും. ഇല്ല നമുക്ക് അടുപ്പത്ത് വേറെ എന്തെങ്കിലും സാധനം വെക്കാണെന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് ഈ ചോറ് വേവും ചെയ്യും കേട്ടോ. പിന്നെ ഇത് റേഷൻ പിടിയത്തെ അരിയാണ്. റേഷൻ പിടിയത്തെ അരി ആയാലും തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു കുഴപ്പവും വരില്ല. ഞാനങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചായക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ചായക്ക് വെള്ളമൊക്കെ റെഡിയാക്കി ഇതാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ ഞാൻ അതിലുള്ള വെള്ളം ഫ്ലാസ്കൊക്കെ ഒഴിച്ചു. അതേമാതിരി ചോറിൽ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ചോറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ആകുമ്പോൾ അധികം നേരം തിളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. അതാ നമ്മളെ പൊറാട്ട ചുട്ട് റെഡി ആയിട്ട് റാണി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പൊറാട്ട നോക്കുകയാണെങ്കിൽ നല്ല അടുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടുക്കായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് പൊറാട്ടയേക്കാരം. ഇനി ഇങ്ങനെ അടുക്കണ സമയത്ത് കുറച്ച് നെയ്യറ്റ കൈമ തടവികാണ്ട് അടിച്ചാലും അതിലേറെ നല്ല സോഫ്റ്റ് ആവും ചെയ്യും. ഇപ്പോൾ ചോറ് ഊറ്റി ആ കഞ്ഞിരള്ളം ഞാൻ കുടിക്കാൻ കുറച്ച് എടുത്ത് വെക്കും. അതിന് ശേഷം മറ്റു കുറച്ച് കഞ്ഞിരള്ളം ഉണ്ടാവും. അതിലേക്കാണ് നമ്മൾ നല്ല തളിച്ച വെള്ളം ചോറിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചോറ് ഒറ്റായിട്ട് നിൽക്കും. പിന്നെ ഈ കഞ്ഞിരള്ളം ചൂടാറിയതിന് ശേഷം ഉമ്മ സാരിയിൽ മുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് എടുത്തേക്കണത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു സലാഡ് ഉണ്ടാക്കുകയാണ്. സലാഡ് ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ ഇട്ടത് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ക്യാരറ്റും കൂടി വേണമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ല. അപ്പോൾ ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും മാത്രമാണത്. അപ്പോൾ അങ്ങനെ സലാഡ് അവിടെ റെഡിയാക്കി വെച്ച് നമുക്ക് ഈ പയർ നമ്മൾ ഡ്രൈവർ ഞാൻ പറഞ്ഞ 2 നാട്ടിലേക്ക് പോയിന്ന്. അപ്പോൾ ഇന്നലെ പാലക്കാട്ട് നമ്മൾ വണ്ടി നന്നാക്കാൻ കൊണ്ടുപോയിരുന്നു ട്രാക്ടർ. അപ്പോൾ അതായിട്ട് വന്നപ്പോൾ മൂപ്പര നാട്ടിൽ നിന്ന് വളമില്ലാത്ത പയറാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉണ്ടാക്കിയത് എന്താണെന്നറിയില്ല, അങ്ങനെ കൊണ്ടുവന്ന് തന്നിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് ഉണ്ടാക്കി. ഇന്നലെ രാത്രി ഒരു ദിവസം നമ്മളെ വീട്ടിലെ മൂപ്പര് നിന്നിട്ട് രാവിലെയാണ് പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് പയർ ഞാൻ ഇതേമാതിരി ചെറുതാക്കി ഇന്ന് കട്ട് ചെയ്ത് കാണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇന്നലെ ഞാൻ വലിയ കഷ്ണാക്കി കയ്യോണ്ട് മുറിച്ചിട്ടാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ കാക്കാപ്പോത്തിന് കുറച്ച് കുട്ടൻ്റെ ഇറച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടൻ എന്താണെന്ന് ചോദിക്കുക. നമ്മൾ മൂരിക്കുട്ടി എന്നൊക്കെ പറയുമല്ലോ, അതാണ് കേട്ടോ കുട്ടൻ എന്ന് പറഞ്ഞാൽ പോത്തൊന്നല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ മഞ്ഞളും ഉപ്പും പച്ചമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മളെ ഇന്ന് രാവിലത്തെ കലക്ക് സമാവാത്തി ഉണ്ടല്ലോ, അതിലേക്ക് ഒരു ആവോലി കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് മതി. അതെന്ന് വെച്ചാൽ എപ്പോഴും 2 വിധം കറി ഉണ്ടാക്കണേന്ന് ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് ഈ പറയണത്. ഇവിടെ മീൻ കൂട്ടാത്തവരും ഇറച്ചി കൂട്ടാത്തവരും ഒക്കെ ഉണ്ട്. ഇറച്ചി എനിക്ക് അലർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ പയറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടാണ് തീ വെക്കണത്. ഇന്നലെ ഒന്നൊരു വേവ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കണ്ട് തീ വെച്ചതാണ്. അപ്പോൾ അത് നല്ലൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തളിച്ചെടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പയറുപ്പേരിയും ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.